നമ്മളത് വിചാരിക്കുക ശ്രീനേട്ടനും ചാക്കോ അച്ഛനും അല്ലെങ്കിൽ ആസിഫിനും. ശ്രീനേട്ടനുണ്ട്, എനിക്കും ചാക്കോച്ചനും ദൈവത്തിനും മാത്രമേ അറിയുള്ളൂ. എക്സ്പീരിയൻസ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ തുടങ്ങുന്നത് ശ്രീനേട്ടൻ്റെ കൂടെയാണ്. അല്ലെങ്കിൽ എൻ്റെ കോടതി എക്സ്പീരിയൻസ് ആണ് ഇതെന്ന് പറഞ്ഞല്ലോ. ആ കോടതി എക്സ്പീരിയൻസ് തന്നെ നമ്മളെ കേസുമായി ബന്ധപ്പെട്ടുള്ള കോടതി എക്സ്പീരിയൻസ്, ഒന്ന് കോടതി ചെയ്യുന്ന ആ എക്സ്പീരിയൻസ് രാമപിള്ളയാണല്ലോ ദിലീപിന്റെ കേസും ബാധിക്കുന്നത്. ദിലീപേട്ടൻ്റെ കേസും ദിലീപിന്റെ കേസും ബാധിക്കാൻ രാമപിള്ളയാണല്ലോ. അപ്പോൾ ശ്രീനേട്ടൻ കൗണ്ടർ അടിക്കുന്ന ആളാണ്. ശ്രീനേട്ടന് വരെ ചിരിപ്പിച്ചത് ആസിഫിൻ്റെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. നമസ്കാരം. നമ്മുടെ ഇന്ന് കുറുക്കൻ സിനിമ റിലീസായി. ഇപ്പൊ രാത്രി 10:30 മണിക്കാണ്. 10 മണിക്കാണല്ലോ കുറുക്കന്മാരൊക്കെ റിലീസോ. അതെ, നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഷൈൻ ടോം ചാക്കോ. ഷൈൻ ടോം ചാക്കോ, ഓക്കെ അല്ലേ? നമസ്കാരം. നമസ്കാരം. കുറുക്കൻ സിനിമ കണ്ടു. ഗംഭീര സിനിമ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ കുറേ നാളിന് ശേഷം ഇങ്ങനെ തിയേറ്ററിലിരുന്ന് ചിരി കേൾക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യമാണ്. ഓരോ ആർട്ടിസ്റ്റുകളും ഒരു സീനിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും അവരെല്ലാം അവരുടെ മികവ് കൃത്യമായി തെളിയിച്ചു എന്ന് വേണം പറയാൻ. എങ്ങനെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്ന് തിയേറ്ററിൽ? ഞാൻ മുഴുവൻ കണ്ടിട്ടില്ല, അവസാനത്തെ കുറച്ച് ഭാഗങ്ങളാണ് കണ്ടിട്ടുള്ളത്. കോടതിയുടെ ഭാഗങ്ങൾ. ഞാൻ കോടതി നേരിട്ട് കുറേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ടും സിനിമയിൽ നമ്മൾ സാധാരണ കാണിക്കുന്ന കോടതിയും ശരിക്കുള്ള കോടതിയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ഇല്ലാത്തതും എന്നാൽ ശരിക്കും നടക്കുന്നതുമായ കാര്യങ്ങൾ കാണിക്കാറില്ല. ആളുകൾക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുറുക്കൻ എന്ന ചിത്രത്തിൽ ആണെങ്കിൽ കൂടി പ്രതിയെ വിസ്തരിക്കുന്ന പരിപാടികളില്ലല്ലോ അധികം. സാക്ഷികളെ അല്ലേ വിസ്തരിക്കുക, അല്ലേ? പക്ഷെ സിനിമകളിൽ എപ്പോഴും പ്രതികളെയാണ് വിസ്തരിക്കുക. കോടതികളിൽ പ്രതിയോട് എന്ത് ചോദിച്ചാലും പ്രതി എന്താ പറയുക? കുറ്റം ചെയ്തിട്ടില്ല. പിന്നെ അവിടെ വിസ്തരിക്കേണ്ട കാര്യമില്ലല്ലോ. പ്രതിയുടെ ഏറ്റവും അവസാനം മാത്രമേ ചോദിക്കുകയുള്ളൂ. ഏറ്റവും ആദ്യം കുറ്റം ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പം തുടങ്ങും കേസ്. അപ്പോഴാണല്ലോ തുടങ്ങുക പരിപാടികൾ. പിന്നെ ഏറ്റവും അവസാനം ചോദിക്കും. അതിനിടയിൽ വിസ്തരിക്കുന്നതൊക്കെ സാക്ഷികളെയാണ്. പക്ഷെ ആ വിസ്തരിക്കുന്നതിൻ്റെ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഞാൻ രാമൻ പിള്ള സാറിൻ്റെ വിസ്താരത്തിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. അതായത് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു പ്രാധാന്യവും ഇല്ലാത്തൊരു ചോദ്യം പോലെ ഒരു ചോദ്യം ചോദിക്കും. പക്ഷെ അതൊരു ലോക്കായിരിക്കും. നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടായിരിക്കില്ല ചോദിക്കുക. വളരെ ശബ്ദം വളരെ പതിഞ്ഞ സ്വരത്തിലും ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ബാക്കിലാണല്ലോ ഇരിക്കുക, എന്താണ് പറയണേന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ട്രിക്ക് ഉണ്ട്, അത് ഞാൻ പറയില്ല. ചോദ്യങ്ങൾ ചോദിക്കണതിൻ്റെ അതൊരു ലോക്കാണ്. ആദ്യം ചോദിക്കുന്ന ചോദ്യത്തിൽ ലോക്കാണ്. പിന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും പിന്നെ മാറ്റാൻ പറ്റില്ല. ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മനസ്സിലായ? അപ്പോൾ ആദ്യം ചോദിക്കേണ്ട ചോദ്യമല്ല ചോദിക്കുക. ആ ചോദിക്കുന്നതും വളരെ കാഷ്വലായിട്ടൊരു സംഭാഷണം പോലെ നമുക്ക് തോന്നുള്ളൂ. പക്ഷേ കറക്റ്റായിട്ടുള്ള ലൂപ്പ് ഹോൾസിലെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമ്മൾ ഒരു കേസുമായിട്ട് ചെല്ലുമ്പോൾ ശരിക്കും നടക്കുന്ന സംഭവമല്ലല്ലോ എഴുതി വരുമ്പോൾ. കേസിൻ്റെ ബലം കൂട്ടാനായിട്ട് അവരെഴുതും നേം അല്ലെങ്കിൽ പോയിന്റ്സ് വെച്ചിട്ട്. ശരിക്കും അങ്ങനെ നടന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നടന്നതാണെങ്കിൽ ഇവർക്ക് അറിയാനും പറ്റില്ല. ആരും കാണുന്നില്ലല്ലോ ഇത്. പിന്നെ ഊഹാഭാവങ്ങളൊന്നും ഉണ്ടാവുന്നതാണല്ലോ ഇത്. അല്ലെങ്കിൽ ആരുടെ ഇടയിൽ സംഭവിച്ചോ അവർക്കും കറക്റ്റായിട്ടുള്ളൊരു അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയാനും പറ്റില്ലല്ലോ. അപ്പോൾ ഇതിനെല്ലാം ലൂപ്പ് ഹോൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ പോലീസ് എങ്ങനെ ഒരു കേസ് കൊണ്ടുവന്നാലും വക്കീലിന് അതിൽ 100,000 ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കുന്നത് അവരുടെ കഴിവും അവരുടെ പഠനവും ഒക്കെ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ അവരുടെ മൈൻഡ് അങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ കുറുക്കൻ എന്ന ചിത്രത്തിലെ ആ ലാസ്റ്റത്തെ കോടതി രംഗങ്ങൾ എൻ്റെ ആ പരിചയം കൊണ്ട് എനിക്ക് ഒന്ന് അതുമായി ബന്ധപ്പെടുത്തി
അതിന് ഒന്നുകൂടെ ഭംഗിയാക്കാൻ ഉപകാരപ്രദമാക്കാൻ കഴിഞ്ഞു അല്ലെ? ഇപ്പൊ പറഞ്ഞു തുടങ്ങിയപ്പം എന്റെ കോടതി എക്സ്പീരിയൻസ് ആണ് ഇതെന്ന് പറഞ്ഞല്ലോ. ആ കോടതി എക്സ്പീരിയൻസ് തന്നെ നമ്മളെ കേസുമായി ബന്ധപ്പെട്ടുള്ള കോടതി എക്സ്പീരിയൻസ് ഒന്ന് കോടതി ചെയ്യുന്ന ആ എക്സ്പീരിയൻസ് ആണോ? കൊക്കൈൻ കേസുണ്ട്, അതിന്റെ എക്സ്പീരിയൻസ് ആണ്. അല്ലാതെ വേറെ കേസില്ല എനിക്ക്. ആ എക്സ്പീരിയൻസ് ആണ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്ന് ഈ രാമൻപിള്ള വക്കീലാണോ വാദിച്ചത്? അന്നല്ല, ഇപ്പോഴും രാമപിള്ള സാർ തന്നെയാണോ ഷൈൻ്റെ വക്കീലായിട്ട് കേസിന്റെ വിസ്താരം നടത്തുന്നത്? രാമപിള്ള സാറിന്റെ വിസ്താരം കേൾക്കാനാ രാമപിള്ള സാർ വിസ്തരിക്കുന്ന സമയത്ത് കോടതിയിൽ തിരക്കാ. ഇത് കേൾക്കാൻ കാരണം എല്ലാ ജൂനിയർ പിള്ളേരും വരും ഈ വിസ്താരം കേൾക്കാനായിട്ട് വരും. കാരണം പുസ്തകങ്ങളിലുള്ള കാര്യങ്ങളല്ല, അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടില്ല. അതൊരു ശൈലിയും അല്ലെങ്കിൽ അതൊരു വളരെ ആയാസകരമായിട്ടുള്ളൊരു, നമ്മളിപ്പോൾ വളരെ നാച്ചുറലായിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് അഭിനയിക്കുക എന്ന് പറയില്ലേ സിനിമകളിൽ, അതിന് രസമുണ്ടല്ലോ. അതുപോലെയാണ് വളരെ സംസാരിക്കുന്ന പോലെയുള്ള പരിപാടിയായിരുന്നു. ഈ രാമൻപിള്ളയാണല്ലോ ദിലീപിന്റെ കേസും ബാധിക്കുന്നത്. ദിലീപേട്ടൻ്റെ കേസും ബാധിക്കാൻ രാമൻപിള്ളയാണല്ലോ. രാമൻപിള്ളയുടെ ഒക്കെ വാദം കേൾക്കാൻ ഞാനും കോടതി പോയിരുന്നിട്ടുണ്ട്. ഈ പറഞ്ഞ സ്റ്റൈലുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. വിധി എന്തുമായിട്ട് കോടതിയിലിരിക്കുന്ന കേസാണ്. ഞാനിപ്പോൾ അതിനകത്ത് ഉദാഹരണമായിട്ട് പറഞ്ഞ ദിലീപിന്റെ കേസും ബാധിക്കുന്ന രാമൻപിള്ളയാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഷൈൻ ആ ഒരു എക്സ്പീരിയൻസ്, ആ രാമൻപിള്ള സാർ വാദിക്കുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ച് ഈ സിനിമയിലേക്ക് വന്നപ്പോൾ അത് നമുക്ക് ഒന്നുകൂടെ നന്നാക്കാനും ഭംഗിയാക്കാനും കഴിയും. അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളിലാണ് അതിനെ ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് ഉപയോഗിച്ചാണല്ലേ. ഓരോ സിനിമകൾ മാറി മാറി വരുന്നുണ്ട് അല്ലേ? പല സിനിമകൾ പല രീതിക്ക് അഭിനയിച്ചു വരികയാണ്. കുറുക്കനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വ്യത്യാസം ഷൈനെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന ഒരു ഷൈനല്ല അതിനകത്ത്. പല സിനിമയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ്, ഒരു ഗൗരവമേറിയ കഥാപാത്രമാണ്. എന്നാൽ ആളുകൾക്ക് ചിരി കിട്ടേണ്ട സ്ഥലത്ത് ചിരിപ്പിക്കാനും കഴിയുന്ന ഒരു കഥാപാത്രമായിട്ടാണ് താങ്കളെ കണ്ടിരിക്കുന്നത്. അത്തരം ഒരു വെറൈറ്റി മാറ്റിപ്പിടിക്കാൻ തീരുമാനിച്ചത് എന്താണ്? കഥയ്ക്ക് വേണ്ടിയാണ് മാറ്റിപ്പിടിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ പിടിച്ചാൽ പ്രഷർ ഏറ്റെടുക്കുമെന്ന് മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രഷർ അങ്ങനെ ഏറ്റെടുക്കും എന്ന് നോക്കിയിട്ടല്ല, കഥാപാത്രങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രമാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. പിന്നെ ചെയ്തു കഥാപാത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അവതരണ രീതിയായിരിക്കണം അടുത്ത കഥാപാത്രത്തിന് എന്നുള്ളൊരു ബോധപൂർവമായിട്ടുള്ള ഒരു പ്രവർത്തനമുണ്ട് അതിന്. അല്ലാതെ ചെയ്തതിന് മുകളിൽ ചെയ്യാനല്ല, ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാം. ഇപ്പോൾ കുറേ സിനിമകളായി അല്ലേ? കുറേ സിനിമകൾ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ ഒരു അസിസ്റ്റന്റ് ഡയറക്ഷൻ പഠിക്കാൻ പോയി, അതിൽ നിന്ന് ഇങ്ങനെ ചെയ്തു വന്ന് ഇപ്പോൾ കുറേ സിനിമകളായി. അന്യഭാഷയിലും ഇപ്പോൾ സിനിമകൾ ചെയ്യുന്നുണ്ട്. അന്യഭാഷയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2 സിനിമകൾ, നാലാമത്തെ സിനിമ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. തെലുങ്കിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. തമിഴിൽ മൂന്നാമത്തെ സിനിമയായി. ഇതെല്ലാം ഈ മലയാളത്തിലുള്ള അഭിനയം കണ്ട് തന്നെയല്ലേ വിളിച്ചിരിക്കുന്നത്? മലയാളത്തിൽ അഭിനയിച്ച ഷൈൻ വേണം എന്ന് തീരുമാനിച്ച് വിളിച്ചിരിക്കുന്നത് മലയാളം പടം തന്നെയാണ്. ഇവരെല്ലാവരും റെഫറൻസിനായിട്ടും ആക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റിക്ക് ആയിട്ടൊക്കെ ചെക്ക് ചെയ്യുന്നത്. കാരണം മലയാളത്തിലിറങ്ങുന്ന ചിത്രങ്ങളാണ് ലോകത്തെ ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ ഏറ്റവും ക്വാളിറ്റിയിൽ പടം ഉണ്ടാക്കുന്ന ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രദേശം. ഇത്രയും ചെറിയ പ്രദേശം, ഇത്രയും ചിത്രങ്ങൾ. അതായത് ലോക്ക്ഡൗണായി ലോകം 2 കൊല്ലം അടച്ചിട്ടിരിക്കുമ്പോഴും പ്രവർത്തിച്ച് പടം റിലീസ് ചെയ്ത ഇൻഡസ്ട്രി മലയാള ഇൻഡസ്ട്രി മാത്രമായിരിക്കും. തീർച്ചയായിട്ടും മലയാള സിനിമ ഈ അടച്ചുപൂട്ടിയ സമയത്തും മലയാള സിനിമ എന്താണെന്ന് കാണിച്ച് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചാണ്. ലോകമെമ്പാടും എത്തിച്ചു ആ സിനിമകൾ. നമ്മൾ മലയാള ഇൻഡസ്ട്രി നിന്നിട്ടില്ല, അടച്ചിട്ടില്ല. കാരണം നമ്മൾക്ക് ബഡ്ജറ്റ് മറ്റ് ഭാഷകളെക്കാൾ അല്ലെങ്കിൽ മറ്റു ഇൻഡസ്ട്രികളെ കുറവുള്ളത് കൊണ്ടും നമ്മൾ വളരെ ചുരുങ്ങിയ രീതിയിൽ ഒരു പടം എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട്, വളരെ സമ്പന്നരായി കഴിഞ്ഞാൽ ഒരു നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. ദരിദ്രം അല്ലെങ്കിൽ നമ്മുടെ കുറവുകളിൽ നിന്നാണ് നല്ല മികച്ചത് ഉണ്ടാവുന്നത്. അങ്ങനെ തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം വിനീതിൻ്റെ ഇൻ്റർവ്യൂ എടുത്തപ്പം എന്നോട് വിനീത് പറഞ്ഞ ഒരു മെയിൻ പോയിന്റ്, ഷൈൻ ലൊക്കേഷനിലെത്തിയാൽ വേറൊരു രസമാണ്, ഭയങ്കര രസമാണ് ഷൈൻ എത്തിയാൽ. നമുക്ക് ആ ഷൂട്ടിംഗ് പോകുന്ന പോലും അറിയില്ല എന്ന് പറയും. നിങ്ങൾ 2ാമത്തെ സിനിമയാണ്. നേരത്തെ ഒരു സിനിമയിൽ നിങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ ഇല്ലായിരുന്നു. ഒരു സിനിമ നിങ്ങൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു കോമ്പിനേഷനിൽ. ആ സിനിമയുടെ പേരെനിക്ക് പെട്ടെന്ന് വിട്ടുപോയി. എന്നോടത് പറഞ്ഞതാണ് വിനീത് ശ്രീനിവാസൻ പറഞ്ഞ ഒരു സിനിമ. വിനീത് ഞാൻ സമീറിൻ്റെ കൂടെ ചാപ്പകുരിശ് ചെയ്യുമ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്തു, ട്രാഫിക്കിൽ വർക്ക് ചെയ്തു. അന്ന് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ്. ആ വിനീതിന്റെ സിനിമകളൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ടല്ലോ. വിനീതുമായിട്ടുള്ള കോമ്പിനേഷനാണ് അതിനകത്ത് ഗംഭീരമായിട്ടുള്ളത്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു വിനീതുമായിട്ട് അഭിനയിക്കുമ്പോൾ? വിനീതായിട്ട് എനിക്ക് കോമ്പിനേഷൻസ് കുറവാണ്. കോടതി സീക്വൻസുകളിലും കൊണ്ടുപോകുന്ന സമയങ്ങളിലും മാത്രമേ ഉള്ളൂ. ശ്രീനിയായിട്ടാണ് പിന്നെ മോർ ദാൻ കാറ്റ് പരിപാടികൾ കുറച്ചുള്ളത്.
പക്ഷെ ശ്രീനിയേട്ടന് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഷോട്ടിൻ്റെ എനർജിക്കൊന്നും ഒരു കുറവുമില്ല. കാരണം ടൈമിങ്ങിൽ ആ സാധനം വിടണ്ടേ. ഞാൻ ആ മെട്രോ വണ്ടിയുടെ ഉള്ളിൽ കയറി ക്ലോസ് ചെയ്യുമ്പോൾ പുള്ളി ചിരിച്ചിട്ട് പോകുന്ന ഒരു സീനുണ്ടല്ലോ, അത് ലൊക്കേഷനിലേ ചിരിയായിരുന്നു എല്ലാവരും. അത് വിനീത് പറഞ്ഞു ലൊക്കേഷനിൽ കയ്യടിയും ചിരിയും ഉണ്ടായിരുന്ന ഒരു സീനായിരുന്നു എന്ന് പറഞ്ഞു. അത് ഈ ശ്രീനി ചേട്ടൻ ഒരു അസുഖത്തിന് ശേഷം വന്ന് അഭിനയിക്കുന്ന ആദ്യ സിനിമയാണ്. നമുക്ക് എൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെ വിനീത് പറയുന്നുണ്ട് അച്ഛന് ഒരു സൈഡിൽ മാത്രമേ ഒരു കുഴപ്പവും പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചു കൗണ്ടർ അടിക്കാൻ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ഈ സിനിമയിൽ കാണുമ്പോഴും ശ്രീനി ചേട്ടൻ്റെ ഓരോ കൗണ്ടറുകളാണ് ഏറ്റവും കയ്യടി കിട്ടുന്നത്. അത് ശ്രദ്ധിച്ചിരുന്നല്ലോ അല്ലേ? ഭയങ്കര കൗണ്ടറാണ്. ശ്രീനി ചേട്ടൻ പറയുന്നത് കൃത്യമായിരിക്കും. അത് ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ശ്രീനി ചേട്ടൻ കൊണ്ടുള്ളൊരു എക്സ്പീരിയൻസ്. ശ്രീനിചേട്ടന് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ തുടങ്ങുന്നത് ശ്രീനിയേട്ടൻ്റെ കൂടെയാണ്. അല്ലെങ്കിൽ ഗദ്ദാമയിൽ അവസാനം ശ്രീനിയേട്ടനാണല്ലോ കേസ് അന്വേഷിച്ച് നടക്കുന്നതും ബഷീറിനെ കണ്ടെത്തുന്നതും മോർച്ചറിയിൽ പോയിട്ട് തിരിച്ചറിയാനൊക്കെ പോകുന്നതും. അപ്പോൾ അത് ട്രാഫിക്കിൻ്റെ ലൊക്കേഷനിൽ നിന്നാണ് ശ്രീനിയേട്ടനും ഞാനും അങ്ങോട്ട് പോകുന്നത്, ഗദ്ദാമയുടെ ലൊക്കേഷനിലേക്ക്, ദുബായിലേക്ക്. അപ്പോൾ ട്രാഫിക്കിൻ്റെ ലൊക്കേഷനിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശ്രീനിയേട്ടന് വണ്ടി ഓടിക്കാൻ അറിയില്ലല്ലോ. ആ ശ്രീനിയേട്ടനാണ് ഇവിടെ നിന്ന് 100-110 അടിച്ചു വിട്ട് ഹൃദയം കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ശ്രീനിയേട്ടന് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സ്കൂട്ടറാണെങ്കിലും കാറാണെങ്കിലും അത് ഓടിച്ചുള്ളൊരു തഴക്കമില്ല. കാരണം അത് ഓടിക്കാൻ അറിയുന്ന ആളുകളുള്ളിടത്തോളം കാലം നമ്മൾ ഓടിക്കാൻ പഠിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല അല്ലേ. ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട്, വേറെ ആളിരുന്ന് അല്ലേ. അതിനു മുന്നേ ഒരു പ്രയാസങ്ങളുമില്ല. അപ്പോൾ അതിൽ ആ വണ്ടിയിലുണ്ടായിരുന്നത് ശ്രീനിയേട്ടനും ആസിഫ് കുഞ്ചാക്കോ ബോബനുമാണ് ആ പോകുന്ന വണ്ടിയിൽ. അപ്പോൾ ശ്രീനിയേട്ടൻ കൗണ്ടർ അടിക്കുന്ന ആളാണ്. ശ്രീനിയേട്ടന് വരെ ചിരിപ്പിച്ചത് ആസിഫിൻ്റെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. ആ വണ്ടി എങ്ങനെയാ അവിടെ എത്തിയെന്ന് ഞങ്ങൾക്ക് 3 ആൾക്ക് അറിയുള്ളൂ. അപ്പോൾ നമ്മളത് വിചാരിക്കുക ശ്രീനിയേട്ടനും ചാക്കോ അച്ഛനും അല്ലെങ്കിൽ ആസിഫിനും. ശ്രീനിയേട്ടനും ഇല്ല, എനിക്കും ചാക്കോച്ചനും ദൈവത്തിനും മാത്രമേ അറിയുള്ളൂ. പെട്ടെന്നൊരു കൗണ്ടറാണ്. അതായത് ആ ശ്രീയേട്ടൻ പോലും ശ്രീയേട്ടനാണ് ഓടിക്കുന്ന ആള്. പക്ഷെ അത് ഓടിച്ചവിടത്ത് പുള്ളിക്കറിയില്ല. ദൈവത്തിനും പുള്ളിക്കും ആസിഫിനും ചാക്കോച്ചനും മാത്രം അറിഞ്ഞിട്ടുള്ളൂ. പുള്ളി അത്രയും അറിഞ്ഞിട്ടില്ല വണ്ടി ഓടിച്ചത്. പക്ഷെ ആ ചിത്രം ശ്രീനിയേട്ടൻ ഡ്രൈവറായിട്ട് അവിടെ എത്തിയത് കൊണ്ടാണ് അത് വർക്കായത്. കാരണം അങ്ങനെ നമ്മൾ ആദ്യ കാഴ്ചയിൽ തന്നെ ഇയാൾ അവിടെ എത്തിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ചിത്രം വർക്കാവില്ല അല്ലേ. കിരിക്കാടൻ ജോസിനെ കാണുമ്പോൾ തന്നെ പുള്ളി അടിച്ചിടുന്ന് തോന്നിക്കഴിഞ്ഞാൽ പടം വർക്കാവില്ലല്ലോ. അതെ അതെ അതെ. കിരിക്കാടൻ ജോസ് വരുന്നു എഴുന്നേറ്റ് പോ നമ്മൾ ലാലേട്ടനോട് വിളിച്ചു പറയുന്ന സമയത്താണുള്ള പടം വർക്കാവുന്നത്. ഏത് കിരീടത്തില് ഇതിപ്പോ ആദ്യമേ വരുമ്പോ കിരിക്കാടൻ, ഇനി 1000 കിരിക്കാടൻ വന്നാലും അരക്കാടാന്ന് പറയണ അല്ലേ, നമുക്ക് പുല്ലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കഥാപാത്രവും ഇല്ല, കഥയും ഇല്ല. ഒരിക്കലും ഉണ്ടാവില്ല. വീട്ടിലാങ്കുള്ളിൽ റാവുത്തർ വന്നു നമ്മൾ വിളിച്ചു പറയുമ്പോഴല്ലേ റാവുത്തർ ആവുന്നുള്ളൂ. റാവുത്തറിന്റെ മുന്നിൽ ഓടി രക്ഷപ്പെട്ടോ എന്നല്ല നമ്മൾ പറയാം. അതെ അതെ. പിന്നീട് എപ്പോഴൊക്കെയോ എല്ലാ റാവുത്തറിനെയും അടിക്കാൻ പാകത്തിലേക്ക് വളർന്നല്ലോ നായകന്മാര്, ഒരു പേടിയുമില്ലാതെ. അത് പുറമേ നിന്ന് വന്നിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ആണ്. ഇപ്പൊ ഒരു വില്ലന്മാർക്ക് വലിയ പ്രാധാന്യമില്ലല്ലോ സിനിമകൾക്ക്. സിനിമയിലാ വലിയ പഴയ കാലത്തെ പോലെ വില്ലന്മാർക്ക് ഒരു അല്ല പഴയ കാലത്തെ പോലെ വില്ലൻ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു അങ്ങനെ സിനിമ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വില്ലന്മാരായി പോകും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാവരിലും ഗ്രേ ഷെയ്ഡ് ഉണ്ട്. മറ്റേത് ഒരാളും നന്മ മാത്രം ചെയ്യുന്ന ആളും മറ്റേത് തിന്മ മാത്രം ചെയ്യുന്ന, അതായത് ഭാര്യയോട് പോലും ദേഷ്യത്തിൽ പെരുമാറുന്ന, അമ്മയുടെ അടുത്ത് സാധനം വാങ്ങുക പോലും അല്ലേ വില്ലന്മാർ അങ്ങനെയല്ലേ ചെയ്തത്, എല്ലാവരോടും മോശമായിട്ട് പെരുമാറും. അത്തരം ഒരു കാലഘട്ടം ഇപ്പൊ ഇല്ല സിനിമകളിൽ. ഇപ്പൊ എല്ലാവരിലും ഗ്രേ ഷെയ്ഡും ഉണ്ട്. ഈ ഗ്രേ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഈ നെഗറ്റീവിനെ നെഗറ്റീവ് പല രീതിക്കും ഉണ്ടാകാമല്ലോ അല്ലേ. നെഗറ്റീവിനെ ഗ്രേ ഷെയ്ഡ് എന്ന് വിളിക്കുന്നത് എന്താണ്? അത് നിങ്ങൾ ഉണ്ടാക്കിയ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ആരുണ്ടാക്കിയ വാക്കാണ്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാനും പറയുന്നുണ്ട് ഗ്രേ ഷെയ്ഡ്. ആരിൽ നിന്നും പഠിച്ചുണ്ടാക്കിയ വാക്കാണ്? ഇന്റർവ്യൂവിൽ കേട്ട് പരിചയമുള്ളതാണ് ഗ്രേ ഷെയ്ഡ്. നമ്മൾ നെഗറ്റീവ് എന്നാണ് പറയാറ്, അല്ലെങ്കിൽ മോശം, അല്ലെങ്കിൽ വില്ലത്തരം എന്നൊക്കെയാണ് പറഞ്ഞത്. ഇടയിൽ ഇപ്പോഴും ഇംഗ്ലീഷിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇംഗ്ലീഷുകാർ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും അല്ലേ. ഇപ്പോഴും അതെ അതെ. എന്നിട്ട് നമ്മൾ ഭരിച്ചുകൊണ്ടായിരിക്കാം അല്ലേ. നമുക്കതങ്ങോട്ട് വരുത്ത് ഇഷ്ടപ്പെട്ട് ഭരിച്ചത് അല്ലേ. അതുകൊണ്ടല്ലേ ഇപ്പോഴും നമ്മൾ ഇവിടെ ചൂടത്ത് കൊട്ടിട്ട്
ഈ ഈ സിനിമയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചെത്തി കഴിയുമ്പോൾ കുറേ കഥാപാത്രങ്ങളും അല്ലേ, കുറേ കഥാപാത്രങ്ങൾ, ഒരു പുതിയ സംവിധായകൻ എന്ന നിലയിലേക്ക് അദ്ദേഹം വലിയ രീതിക്ക് മികവ് വരുത്തി. വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് പുള്ളി ആ പടം ചെയ്തെടുക്കാനായിട്ട്. കാരണം പുള്ളിയുടെ ഒരു യുവത്വം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. അതെ 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 അതെ. പിന്നെ പഴയ അസിസ്റ്റന്റ് ഡയറക്ടറായി നിന്നുകൊണ്ട് പടം ചെയ്യാൻ വന്നിട്ടുള്ള ഒരാളാണ്. അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു ഞാനൊക്കെ വരുന്ന സമയത്ത്. ഏറ്റവും കൂടുതൽ പടം അസിസ്റ്റന്റ് ചെയ്ത ആൾക്കാണ് ഡയറക്ടർ ആവാനുള്ള സാധ്യതയുള്ളൂ. പക്ഷെ ഇന്ന് നേരെ തിരിച്ചാ. ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധ്യത വളരെ കുറവാണ് ഡയറക്ഷൻ ചെയ്യാൻ. ഇതെന്ത് ഇത്ര കാലമായിട്ടല്ലേ അങ്ങനെ ചോദ്യം ഉണ്ടാവും. പണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറായി ക്ലാപ്പ് അടിച്ച് ആർട്ട് പ്രോപ്പർട്ടി നോക്കി, കോസ്റ്റ്യൂം പ്രോപ്പർട്ടി നോക്കി, ആക്ഷൻ കണ്ടിന്യൂറ്റി നോക്കി, അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്തിട്ട് ഡയറക്ടർമാരിൽ പടം കൊടുക്കും. ഇന്നിപ്പം നേരെ വന്ന് പടം ചെയ്യാം. ഇന്ന് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവന് ഇത്ര നാളായിട്ട് പടം ചെയ്യാത്ത വിശ്വസിച്ച് കൊടുക്കും എന്നുള്ളതായി പോയി. ആ ചോദ്യമായി പോയി. അപ്പൊ അങ്ങനെ നിന്ന് ഒരുപാട് കാലം നിന്ന് വർക്ക് ചെയ്ത ഒരുപാട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട്. അവർക്ക് പടം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. പിന്നീട് ടെക്നീഷ്യൻസും താരങ്ങളും പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വളരെയധികം ആളുകൾ തഴയപ്പെട്ടു. ഒരു ഇൻഡസ്ട്രിക്ക് സ്വതന്ത്ര പ്രൊഡ്യൂസേഴ്സ് വളരെ അത്യാവശ്യമാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഈ താരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി, താരങ്ങളും ടെക്നീഷ്യന്മാരും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിക്ക് അത്ര നല്ലതല്ല. അവർക്കും ആരോഗ്യകരമായ ഒരു കാര്യമാണ് സംസാരിക്കുന്നത്. അവർ മോശമായി ചെയ്യുന്നതുകൊണ്ടല്ല. സ്വതന്ത്ര നിർമ്മാതാക്കൾ വരണം. ഈ പടം ചെയ്യുന്ന നിർമ്മാതാക്കൾ സംഘടനയിലുണ്ടാവണം. അത് ഈ തവണത്തെ സംഘടന കൃത്യമായി തെളിയിച്ചു. എൻ്റെ ചേട്ടനാണെങ്കിൽ അവർ നിരന്തരം സിനിമകൾ ചെയ്യണമെങ്കിലും എല്ലാത്തവർക്ക് ഇത് പൊട്ടിക്കേ തകർക്കേ എന്ത് വേണം ചെയ്യാലോ. പക്ഷെ അത് ഈ തവണ അപ്പൊ വർക്ക് ചെയ്യുന്നവര് മുന്നോട്ട് വന്നു. മറ്റത് പടം ചെയ്യുന്നവര് വരില്ലല്ലോ, അവര് തിരക്കിൽ വിട്ടുപോകും അല്ലേ? തീർച്ചയാണ്. എന്നിട്ട് പടം ചെയ്യാത്ത വ്യക്തികൾ, ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് പരിപാടികൾ നടക്കുന്നത് അറിയാത്തവര് വന്നിട്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവും, നമ്മൾ അത് ചെയ്യാം. നാട്ടുകാരെ വിളിച്ചിട്ട് പ്രസ് മീറ്റ് എടുത്തു, എൻ്റെ മോൻ എങ്ങനെയാണ്, എൻ്റെ മോൻ അല്ലേ, എന്താ ചെയ്യേണ്ടത്? അതിനുള്ള സംഘടനകൾ കുടുംബത്തിൽ തീർക്കുക. എന്നിട്ട് നമ്മളെന്നെ നമ്മുടെ ആൾക്കാരെ മോശമാക്കി പറയുക. ഈ മോശമാക്കി പറയുന്നത് വളരെ നല്ല ആളുകളല്ലല്ലോ. അല്ലെങ്കിൽ വളരെ നല്ലതും മോശം എല്ലാവരും ഓരോരോ കാലഘട്ടങ്ങളിലൂടെയാണല്ലോ വരുന്നത് അല്ലേ? അങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്. ബെഡിൽ മൂത്രം ഒഴിച്ചും അപ്പി ഇട്ടിട്ടൊക്കെ തന്നെയല്ലേ നമ്മൾ വന്ന് എല്ലാവരും വളർന്നത് അങ്ങനെ. എന്നിട്ട് വന്നിട്ട് അയ്യേ മോശം പരിപാടി കാണിക്കുന്നുണ്ട്. ഇത് ജനിച്ചു വന്ന പ്രവൃത്തി തന്നെ മോശമാക്കി കാണിക്കുന്ന ആളുകളാണ്. ഈ പറഞ്ഞ പോലെ ഈ നിർമ്മാതാക്കൾ, ഈ താരങ്ങൾ നിർമ്മാതാവ് ആവുമ്പോൾ ഉള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളല്ല, അവർക്ക് നല്ല രീതിയിലൊക്കെ കൊണ്ടുവരാം. പക്ഷെ അവർക്കും ടെക്നീഷ്യൻസ് പ്രൊഡ്യൂസേഴ്സ് ആകുമ്പോഴും അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങൾ വളരെ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാകും. പിന്നെ അവരുടെ ചുറ്റുപാടുകൾ മാത്രമാണ് എപ്പോഴും നിരന്തരം വർക്കിലേക്ക് എത്തുന്നത്. സ്വതന്ത്ര നിർമ്മാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും നിൽക്കാനും കാര്യങ്ങൾ തീരുമാനിക്കാനും പറ്റും. സംവിധായകൻ തന്നെയാണ് തീരുമാനിക്കേണ്ടെങ്കിൽ കൂടി എന്നും എല്ലാ ഇൻഡസ്ട്രിയിലും പ്രൊഡക്ഷൻ ഹൗസുകളായിരിക്കണം എന്ത് സിനിമ ചെയ്യേണ്ടത്. ഉദയ, നവോദയ എന്നല്ലേ പറയാ. അല്ലെങ്കിൽ പുറത്താണെങ്കിലും ഹോളിവുഡിലാണെങ്കിലും അങ്ങനെയല്ലേ. അതൊക്കെ സ്വതന്ത്ര പ്രൊഡ്യൂസേഴ്സാണ് അങ്ങനെ വലിയ പ്രൊഡക്ഷൻസ് ആവുന്നത്. അപ്പോൾ അവിടെ ഒരു നല്ല രീതിയിൽ അല്ലെങ്കിൽ കച്ചവടം ചെയ്യാൻ അറിയുന്നവർ, ഈ കലാകാരന്മാരെങ്ങനെ കച്ചവടം ചെയ്യണം, കലാകാരന്മാർ അതായത് അഭിനേതാക്കളും ടെക്നീഷ്യൻസും. നമ്മൾ ബ്രെയിൻ്റെ ഒരു സൈഡ് കണക്കും ഒരു സൈഡ് ക്രിയേറ്റീവ് എന്നല്ല പറയാ. ഇത് രണ്ടും കൂടി കൂടി കൊളാബാവും. കണക്ക് കൂട്ടാൻ അറിയുന്നവർ കണക്ക് കൂട്ടട്ടെ, അവർ കണക്ക് കൂട്ടി കറക്റ്റായിട്ട് ചെയ്യും. ഇത് ചിന്തിക്കേണ്ടവർ, ചിന്തിച്ച് ക്രിയേറ്റീവായി അല്ലെങ്കിൽ ചിന്തിച്ച് അതിർവരമ്പുകളില്ലാതെ ചിന്തിക്കേണ്ടവരുടെ അതിർവരമ്പുകളില്ലാതെയാവും. അയ്യോ അതങ്ങനെ പറയാൻ പറ്റില്ല, അതിന് ഇത്രയും കാശുണ്ട്, ഇങ്ങനെ ചിന്തിച്ചാൽ മതി, മനസ്സിലായ? അത് ക്രമേണ അതിൽ വരും.
ഈ താരങ്ങൾ പ്രൊഡ്യൂസർമാരായി അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർ ആവുമ്പോൾ അഡ്ജസ്റ്റ്മെന്റുകൾ പലതും നടക്കും. ഈ സാലറിയുടെ കാര്യം ഇപ്പം ഷൈൻ ഒരു താരത്തിന്റെ പടം താരം പ്രൊഡ്യൂസ് ചെയ്യണം, ശമ്പളത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഒന്നാമത് ഈ താരങ്ങൾക്കും ഇത്രയധികം ശമ്പളം കൊടുക്കുന്നത് എനിക്കറിയില്ല. ഞാനടക്കം ആളുകൾ എന്ത് കടലിൽ പോയി മീൻ പിടിക്കുന്ന ആളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയോ? നിലയില്ലാത്ത കടലിൽ പോയിട്ട് അവൻ മീൻ പിടിച്ചു കൊണ്ടുവന്നിട്ട് അവനെന്തോരം കാശ് കിട്ടും? എന്താണ് അധ്വാനം അത്? അതിൻ്റെ അധ്വാനത്ത് കടലിൻ്റെ പക്കത്തിരുന്നിട്ട് പറയുന്ന പരിപാടിയല്ല അത്. കടലിൽ പോകുമ്പോൾ ഒരു ചെറിയ കെട്ടുവെള്ളത്തിൽ 3 ദിവസമൊക്കെ മീൻ പിടിക്കാൻ പോണവർ ഞാണ്ടുണ്ട്. ഉണ്ണലും ഉറങ്ങലും ദൂറലും ഒക്കെ ആ വഞ്ചിയിൽ തന്നെയാ, ബോട്ടിലും കൂടിയല്ല. അതും വഞ്ചിനേക്കാളും വലിയ തിരമാലകൾക്കിടയിൽ, തിരകൾക്കിടയിൽ, മാലകളല്ല തിരകൾക്കിടയിൽ. ഒരു താരങ്ങൾ അല്ലെങ്കിൽ അഭിനേതാക്കൾ ചെയ്യുന്ന ജോലി, അവൻ ഒരു അഭിനേതാവ് ഉണ്ടായി വരുന്ന അവൻ്റെ സാഹചര്യത്തിന് അനിശ്ചിതത്വം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ലോകത്ത് ഒരു സ്ഥലത്തും അഭിനേതാവാൻ ഒരാളുടെ കീഴിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല. വേറെ ക്യാമറമാൻ ആവാം, ഗായകനാവാം, എന്താവാം, എല്ലാത്തിനും അസിസ്റ്റൻ്റ് ആവാം. അഭിനേതാവിന് മാത്രമല്ല. അതെന്തോ ഒരു ഒറ്റ ബുദ്ധിക്ക് വരുന്നതും ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് മാത്രം. എവിടെയും ഒരു താരങ്ങൾക്കോ അല്ലെങ്കിൽ ആക്ടറിനും ഒന്നും എടുത്തു വെച്ചിട്ടില്ല. അത് അവനവൻ്റെ ശക്തിയിൽ നിന്നുണ്ടായി വരുന്നതും അവൻ്റെ ആഗ്രഹത്തിന് ഉള്ളിലുണ്ടായി വരുന്നതുമാണ്. അതുകൊണ്ട് ഒരു സമയത്ത് അവൻ ഉണ്ടായി വരുന്ന സമയത്ത് ഇൻഡസ്ട്രിയിൽ നിന്നും അനുഭവിക്കപ്പെട്ട എന്ത് അവന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ചൂഷണങ്ങളും അല്ലെങ്കിൽ അവന് നമുക്കറിയാലോ ഉണ്ടായി വരുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആകത്തുകയായിട്ടാണ് അവൻ്റെ മറ്റു പ്രതികരണങ്ങളൊക്കെ. ഒരു സ്ഥലത്ത് ഇവനാ അഭിനയിക്കണം, ഇവനെ മോദം എന്തിനു കൊള്ളാം, ഇവൻ്റെ സൗണ്ട് എന്തിനു കൊള്ളാം എന്നൊക്കെ കേട്ട് ആണ് ഇവൻ വരുന്നത്. ഇവൻ വന്ന് പടം ചെയ്യുന്ന സമയത്തും നമുക്കറിയാലോ മമ്മൂക്കാരെ കുറിച്ച് അല്ലേ, ലാലേട്ടനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലോകത്ത് മികച്ച നടന്മാരാണ്. മികച്ച നടന്മാരെന്ന് പറഞ്ഞാൽ നന്നായി അഭിനയിക്കുന്നവരല്ല. സിനിമ എന്ന് പറയുന്ന ട്രിക്കിലൂടെ തങ്ങൾ മികച്ച അഭിനേതാക്കളാണെന്ന ആളുകളെ തോന്നിപ്പിക്കുക. അല്ലെങ്കിൽ ലാലേട്ടൻ്റെയും മമ്മൂക്കാടിയും വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പടം കണ്ടിറങ്ങുന്ന ഒരു പ്രേക്ഷകൻ അവരായിട്ടാണ് ഇറങ്ങുന്നത്. മമ്മൂക്കയുടെ പടം കണ്ട് ഇറങ്ങുന്നവർ മമ്മൂക്കയാ, ലാലേട്ടൻ്റെ പടം കണ്ട് ഇറങ്ങുന്നവർ ലാലേട്ടനാണ്. അതവരുടെ മാജിക്കാണ് അല്ലേ? ഇപ്പോൾ മോഹൻലാൽ ഫാൻസ് ആണെങ്കിൽ കൂടി മമ്മൂക്കയുടെ പടം കണ്ടിറങ്ങുമ്പോൾ മമ്മൂക്ക ഫാൻസ് ആണെങ്കിൽ കൂടി ലാലേട്ടൻ്റെ പടം കണ്ടിറങ്ങുന്നവർ ലാലേട്ടാണ്. അപ്പോൾ ഇതൊരു ട്രിക്ക് ഷോട്ടുകളാണല്ലോ. മുറിച്ച് പല സമയങ്ങളിലായി എടുക്കുന്ന സാധനത്തിനെ കോർത്തുണ്ടാക്കുന്ന ഒരു കഥയാണ്. അതിലപ്പോൾ വളരെ ട്രിക്കുണ്ട്. ആ ട്രിക്ക് വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണ്. വളരെ രസകരമായിട്ട്.